പ്രൈസ് ദി ലോർഡ്. ബ്രദർ ഇപ്പോൾ ക്ലാസ് എടുത്തപ്പോൾ ഓരോ ദിവ്യബലികളിലൂടെയും ദൈവം നമുക്ക് ഓരോ ദിവസവും വരദാനങ്ങൾ കോരിച്ചു വരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു അനുഭവം എനിക്ക് അത്ര ഇതായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു ഈ പാപിയായ നമ്മൾ ഈ ശുശ്രൂഷ മേഖലകളിലൊക്കെ പോകുമ്പോൾ ദൈവമേ എങ്ങനെയാണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ അത് ബ്രദറിലൂടെ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്കതൊരു നല്ലൊരു ഉണർവായി. അത് നമ്മൾ പാപികളാണെങ്കിലും നമ്മളുടെ പാപങ്ങളെല്ലാം യേശു ക്രിസ്തു കുരിശിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പൂർണ്ണരായിപ്പോൾ ആ ഒരു ഇതുണ്ട്. പിന്നെ കരുണയെക്കുറിച്ച് ബ്രദർ പറഞ്ഞല്ലോ. അത് നമ്മൾ പാപികളെ കൂടുതലായിട്ട് സ്നേഹിക്കണം, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഉള്ള ഒരു ഇത് വേണമെന്നുള്ളൊരു മനസ്സിലിപ്പോൾ ഒരു ഇതുണ്ട്. ഇപ്പം പാപികളായ എല്ലാ മക്കൾക്കും വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഇനി വേല ചെയ്യണം എന്നുള്ളൊരു ഇത് മനസ്സിലേക്ക് കടന്നു വന്ന് പൂർണ്ണമായിട്ട് ഒരു ഇത്. പിന്നെ അങ്ങനെയുള്ളൊരു ഇതൊക്കെ ബോധ്യങ്ങളെല്ലാം കിട്ടി. പിന്നെ വരദാനങ്ങളുടെ ക്ലാസ്സുകളാണെങ്കിലും ജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകളെല്ലാം നല്ല ഇതായിരുന്നു. എനിക്ക് അത്രയും ബോധ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രാർത്ഥിക്കുന്ന കാര്യം ബ്രദർ പറഞ്ഞു. ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ സ്വയം ഇരുന്ന് പ്രാർത്ഥിക്കണം, നമുക്ക് നമ്മുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ബോധ്യം എന്നിലേക്ക് കടന്നു വന്നു. ഞാനങ്ങനെ ഇരിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ബോധ്യം എനിക്കിഞ്ഞ് ഇരിക്കണം, ദൈവത്തോടു കൂടി ചേർന്നിരിക്കണം എന്നുള്ളൊരു ബോധ്യം എന്നിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദി ലോർഡ്.